വീണ്ടും വാർത്തകളിലേക്ക് എത്തുമ്പോൾ നമ്മളൊന്ന് കോഴിക്കോട്ടേക്ക് പോവുകയാണ്. കോഴിക്കോട് വെങ്ങളത്ത് ബസ് അപകടമുണ്ടായിട്ടുണ്ട്. ബസ് കൈവരിയിൽ ഇടിച്ചാണ് അപകടമുണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. AK അഭിലാഷ് നൽകും വിവരങ്ങൾ. അഭിലാഷ്, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ആർക്കെങ്കിലും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടോ? ശ്രുതി, ഏതാണ്ട് 2 മണിയോട് കൂടിയാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് ഭാഗത്തു നിന്നും കണ്ണൂർ ഇരിട്ടിയിലേക്ക് പോകുന്ന പാലക്കാടൻസ് എന്ന് പറയുന്ന ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. വെങ്കളം ഓവർപാസിന് മുകളിൽ ആ ഭാഗത്ത് വെച്ചാണ് ഇത്തരത്തിൽ അപകടപ്പെട്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, കനത്ത മഴയുണ്ടായിരുന്നു. ആ മഴയിൽ അതിവേഗതയിൽ വന്ന ബസ് നിയന്ത്രണം വിട്ടാണ് കൽവരിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ബസ്സിൽ ഏതാണ്ട് 30-40ഓളം ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് പൂർണ്ണമായും പരിക്കേറ്റു എന്നുള്ള വിവരം ലഭ്യമാവുന്നത്. മുൻ സീറ്റുകളിൽ തലയിടിച്ചുമൊക്കെയാണ് പരിക്കേറ്റിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വാഹനത്തിന്റെ മുൻഭാഗം ഏതാണ്ട് പൂർണ്ണമായും തകരുന്ന ഒരു നിലയിലേക്ക് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ കൈവരിയിൽ ഇടിച്ചുകൊണ്ട് തന്നെ ഏതാണ്ട് 1 മീറ്ററോളം ഉള്ളിലേക്ക് ഈ വാഹനം കയറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഏതായാലും എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചോദിക്കാവുന്നതാണ്. എന്താണ് സംഭവിച്ചേട്ടാ? ഹോസ്പിറ്റലിൽ വന്ന ബസ് ഇടിച്ച ഓവർ സ്പീഡിലായത് വണ്ടി? അതെ. ഏത് സമയത്തായിരുന്നു? 2 മണിയായിട്ടുണ്ടോ? 2 മണിയായില്ല, 1:30 മണി സമയത്ത് ഏകദേശം. ഏതോ വാഹനത്തെ ഓവർടേക്ക് ചെയ്തല്ല. ഈ കണ്ണൂർ ബസ്സുകാരെന്ന് പറഞ്ഞാൽ നിലവിൽ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ ഓവർ സ്പീഡായിട്ട് പോവുകയാണ് ഈ ലോങ് ബസ്സുകൾ. അതിനെ നിയന്ത്രിക്കാൻ നമ്മളെ അധികാരികൾ തയ്യാറാകണമെന്നുള്ളൊരു അഭിപ്രായം നമുക്കുള്ളത്. കാരണം ഒരു 2 വീലർകാർ പോലും സ്വസ്ഥമായിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. കാരണം കണ്ണൂർ ബസ്സുകാർ അമിത സ്പീഡ് പോവുകയാണ്. അവരെ ടാർഗറ്റ് ചേസ് ചെയ്യാൻ വേണ്ടി. ആ കോഴിക്കോട് നിന്ന് വിട്ട് കഴിഞ്ഞാൽ കൊയിലാണ്ടി എത്തണമെങ്കിൽ അപ്പോൾ ഓരോ ബസ്സിന് ഇത്ര ഗ്യാപ്പ് എന്ന് വെച്ചിട്ട് അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ ജീവൻ കുരുതി കൊടുക്കണം.